ഞങ്ങൾ എടുത്ത തീരുമാനം, UDF നേതൃത്വം എടുത്ത തീരുമാനം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ നേതാക്കളും പ്രവർത്തകരും അത് ചെയ്തു. ഞങ്ങൾക്ക് ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്താനുള്ള സംഘടനാ വൈഭവവും പാടവവും UDFനുണ്ട് എന്നാണ് തെളിയിച്ചത്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണിച്ചു തരാം. ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വാക്കെന്താ, ഗവൺമെന്റിനെ വെറുക്കുന്നു എന്നാണ് പറഞ്ഞത്. വെറുപ്പ് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ല. ഞങ്ങൾക്ക് കുടുംബയോഗങ്ങളിൽ പോകുമ്പോഴും ആളുകളെ കാണുമ്പോഴും ചായ കഴിക്കാൻ പോകുമ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾക്കത് ബോധ്യമായി. അത്രയും വെറുപ്പാണ് ഈ സർക്കാരിനോട് വെറുക്കുന്നു, അത്രമാത്രം. അവരുടെ ജനജീവിതം താറുമാറായി. എല്ലാ വീട്ടിലും ഈ സർക്കാരിനോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരയായ ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ട്. അതാണ്, അവരെല്ലാവരും കൂടിയാണ്. അവരുടെ പ്രതിഷേധത്തിന്റെ അമർഷത്തിന്റെയും കൂടി വോട്ടാണ്. നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നേ. നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞത്, എന്തെല്ലാമാണ് തുടക്കത്തിൽ എല്ലാവരും ചേർന്ന് പറഞ്ഞത്. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങളെന്ന് പറഞ്ഞ വാക്കെന്താ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അത് അവിടെ ഉണ്ടാവുന്നവർ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുമ്പോൾ നോ ബഡി ക്യാൻ ടച്ച് ഇറ്റ്. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് മത്സരിച്ച രാഷ്ട്രീയ യുദ്ധമായിരുന്നു. LDF UDF തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധമായിരുന്നു. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്, അവസാനത്തെ കണക്കെടുത്ത് നോക്ക്. അല്ല നോക്ക്, നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യും. തീരുമാനങ്ങൾ ശരിയായിരുന്നോ, UDFന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് കണക്കെടുത്ത് നോക്ക്. നിങ്ങൾ കഴിഞ്ഞ 4 വർഷം പൊട്ടിപ്പൊളിഞ്ഞതിന്റെ ഒരു കണക്ക് പറ, എപ്പോഴാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞല്ലേ. ഇങ്ങനെ കാഷ്വലായിട്ട് അതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ്. എവിടെയായിരുന്നു അസ്വസ്ഥത ഉണ്ടായിരുന്നത്? അതാരും പറഞ്ഞില്ലല്ലോ. ഇടതുമുന്നണിയിൽ പാർട്ടി സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞു, ഇല്ലേ? മുഖ്യമന്ത്രി വേറൊരു അഭിപ്രായം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. CPI വേറെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളത് ആഘോഷിച്ചില്ല. കാരണം നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നിങ്ങൾ UDFലെ വച്ചിരിക്കുകയാണ്. പാവങ്ങളായ ഞങ്ങൾ സ്നേഹത്തോടുകൂടി പോയത് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോഴും പറ്റണില്ല. അല്ല, ഇപ്പോഴും കാണാൻ പറ്റണില്ല നിങ്ങൾക്ക്. എന്നിട്ട് UDF ഇനി എങ്ങനെ പോവാന്ന് നിങ്ങൾ ചോദിക്കണം. നിങ്ങള് മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ടാണ് UDFലോ കോൺഗ്രസിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും അല്ല, കുറച്ചാളുകൾ. ഞങ്ങൾക്ക് വിഷമമുണ്ടായി ആ സമയത്ത്. കാരണം ഒരു നീതിപൂർവമായ സമീപനം ഉണ്ടായിരുന്നില്ല, അല്ലേ? പിന്നെ നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല BJP സ്ഥാനാർത്ഥി എങ്ങനെ വന്നു, എന്തായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് BJPയും CPMും കൂടി ആദ്യം പ്ലാൻ ചെയ്തത് BJPയുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായ ആരോപണം വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന്റെ പുറകിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. UDFന്റെ വോട്ട് കുറച്ച് ഭിന്നിപ്പിക്കാൻ പറ്റും. BJPയുടെ ഒരു കോർ വോട്ടുണ്ടല്ലോ, BJPക്ക് കിട്ടുന്ന വോട്ടെന്താ, ഏതാ കോർ വോട്ട്, അത് CPMനും കിട്ടും. അതായത് കാൽക്കുലേഷൻ, അല്ലേ? ഞാൻ പറഞ്ഞത് അതൊന്നും ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് പറയുന്നത്. ഞാൻ പറഞ്ഞത് അവര് തമ്മിൽ അൺഹോളി നെക്സസ് ഉണ്ട്, അവിഹിതമായൊരു ബാന്ധവം കേരളത്തിലെ BJPയും കേരളത്തിലെ CPM നേതൃത്വവും തമ്മിലുണ്ട്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന്റെ മിന്നും പ്രകടനത്തിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുകയും രാഷ്ട്രീയ വിശകലനം അദ്ദേഹം പ്രതികരണമായി നൽകുകയും ചെയ്തിരിക്കുന്നു. UDF ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നതാണ് VD സതീശന്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനോടുള്ള വെറുപ്പും വിദ്വേഷവും അമർഷവും ഒക്കെയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മുന്നേറാനുള്ള ഇന്ധനമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിയിരിക്കുന്നു എന്നതാണ് VD സതീശൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ RSS ബാന്ധവം എന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ പ്രചാരണമായി മാറിയ വിഷയത്തെ സ്പർശിച്ചുകൊണ്ട് VD സതീശൻ പറഞ്ഞിരിക്കുന്നത് ഒരു താരതമ്യേന അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ NDAയുടെ സ്ഥാനാർത്ഥിയായി വന്നത് തന്നെ CPMനെ സഹായിക്കാനായിരുന്നു. അങ്ങനെ ഒരു അൺഹോളി നെക്സസ്, ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് BJPക്ക് CPMുമായി ഉണ്ടായിരുന്നു എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാകുന്നു എന്നാണ് VD സതീശന്റെ പ്രതികരണം.